ശ്രീ എം ജയചന്ദ്രൻ, എന്തുകൊണ്ട് ഈ വിഷയത്തിൽ CPM പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരുന്നില്ല? അതൊരു കൗതുകമാണ്. കാരണം സന്ദീപ് വാര്യർ BJPയിൽ നിന്നും അകലുന്നു എന്ന ഘട്ടം വന്ന നിമിഷം മുതൽ CPM നേതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. എനിക്ക് തന്ന അഭിമുഖത്തിലാണ് AK ബാലൻ ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡായി സന്ദീപ് മാറും എന്നുള്ള കാര്യം പറഞ്ഞത്. വർഗീയതയോട് വിട പറഞ്ഞാൽ സന്ദീപ് വാര്യർ വഴിയാധാരമാകില്ല എന്ന് പറഞ്ഞ MP രാജേഷാണ് ഇന്ന് കാളിയനോട് ഉപമിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യരെ. ഒരാൾക്ക് മാനസാന്തരമുണ്ടാവുക, അയാൾ മാറി വരിക എന്നത് CPM ആഗ്രഹിച്ചു. അങ്ങനെ മാറി വരികയാണ്, ഞാൻ മാറിയിരിക്കുന്നു, എനിക്ക് വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ പണിയെടുത്തതിൽ ജാള്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്നു. അപ്പോൾ അയാൾ മാറിയിട്ടാണ് വരുന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്നു. അങ്ങനെ മാറിയിട്ട് CPMലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ടാണോ CPM നേതാക്കൾ ഇതിൽ ഒരു ചർച്ചയിലേക്ക് വരാൻ തയ്യാറാകാത്തത്? പ്രതികരണങ്ങൾ നടത്തിയത് ഈ കാളിയൻ എന്ന അടക്കമുള്ള പ്രയോഗങ്ങളാണ്. അങ്ങനെയല്ല. സ്മൃതിയുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി കോൺഗ്രസ് നേതാവായ ശ്രീ K മുരളീധരൻ തന്നെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ്. അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? ഒരുപാട് പാർട്ടികൾ ശ്രമിച്ചു, നടന്നില്ല. ഈ ഒരൊറ്റ വാചകം അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് മുഴുവനും അടങ്ങിയിട്ടുണ്ടല്ലോ മുരളീധരൻ പറഞ്ഞ ആ ഒരൊറ്റ വാചകത്തിൽ. പിന്നെ രാജേഷിന്റെ കാര്യം ഞാൻ സ്മൃതിയുടെ മുഖാമുഖം കണ്ടതാണ്, AK ബാലനുമായിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത് ഒരു വാക്കുകൂടക്കി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്, ആ അപകടം കഴിഞ്ഞാൽ. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, കൃത്യമായി പറയുന്നുണ്ട്. അതാണ് ആ താങ്കളുടെ ചോദ്യത്തിനുള്ള എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയായിരുന്നു. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, പെട്ടെന്ന് ഈ ഇലക്ഷനിയറിങ്ങിൽ പെട്ടെന്നൊരു സീരിയസ്നെസ് UDFനും LDFനും പെട്ടെന്ന് വരുന്നതായി തോന്നുന്നത് ഈ സന്ദീപ് വാര്യർ രംഗപ്രവേശത്തോടു കൂടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഇലക്ഷനിൽ UDFും LDFും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം എന്ന് അംഗീകരിച്ചിരിക്കുന്നു UDF. അതിൻ്റെ പ്രതിഫലനമാണ് സന്ദീപ് വാര്യരെ ഇപ്പോൾ പരസ്യമായി രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഒരു കാര്യം. അപ്പം തന്നെ മറ്റൊരു സംഗതിയുണ്ട്. സന്ദീപ് വാര്യർ പുറത്തു വന്ന BJPയോട് കലഹിച്ച് പുറത്തു വന്ന ആദ്യത്തെ വാർത്താ സമ്മേളനം. ആ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ സന്ദീപ് നേരിടുന്ന ഒരു ചോദ്യം, BJPയിൽ നിന്ന് നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നോ താങ്കളെ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. അതിന് സന്ദീപ് വാര്യരുടെ മറുപടി, അങ്ങനെ വിളിക്കാതിരിക്കാൻ ഞാൻ പാകിസ്ഥാൻകാരനൊന്നും അല്ലല്ലോ, മറുപടിയാണ്. നമുക്കത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്താണ് തോന്നുക? എത്ര അനായാസവും അതിവേഗത്തിലുമാണ് അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് അദ്ദേഹം വെളിവാക്കുന്നത്. അതിന് ഞാൻ പാകിസ്ഥാൻകാരനൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഇദ്ദേഹം പറഞ്ഞ ഹെയ്റ്റ് സ്പീച്ചിന്റെ മറ്റൊരു ഉയർന്ന ക്രൂരമായ തലം തന്നെയാണ് ഞാൻ പാകിസ്ഥാൻകാരനല്ലോ എന്ന് പറയുന്നതിലൂടെ എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുകയാണ് സന്ദീപ് വാര്യർ. പിന്നെ പ്രിയപ്പെട്ട ശ്രീ M ലിജു പറഞ്ഞു സ്നേഹത്തിന്റെ കട. അതൊക്കെ നല്ല പ്രയോഗങ്ങളാണ്. ലിജുവിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വവുമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, സന്ദീപ് വാര്യർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇത് എവിടെയാണ് പറയുന്നത്, കേരളത്തോടാണല്ലോ പറയുന്നത് എന്നൊക്കെ നമുക്കങ്ങ് തോന്നിപ്പോകുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഞാനും ലിജു ഒരേ ജില്ലക്കാരാണ്. അപ്പോൾ മറ്റേ ഒരു ജാഥ ആലപ്പുഴ വന്നപ്പോഴാണല്ലോ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ മകാരത്തിൽ ഒരു ശകാരം, ഒരു അശ്ലീലം പ്രയോഗിച്ചത്, സ്നേഹത്തിന്റെ കട തുറന്നിട്ട്. അത് കേരളീയരുടെ മുഴുവൻ മുമ്പിലുണ്ട് കേട്ടോ, അതുണ്ട്. അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയപ്പോൾ ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൽ പ്രയോഗിച്ച അങ്ങേയറ്റത്തെ നീചമായ തെറിപ്രയോഗം, അതും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മാത്രവുമല്ല, കരുണാകരന്റെ വീടാണല്ലോ മറ്റേ മുരളി മന്ദിരം, മുരളീധരന്റെ പേരിലുള്ളത്. അവിടെ ലീഡർ K കരുണാകരൻ ലിജുവിന്റെയും നേതാവാണ്, എല്ലാ കോൺഗ്രസുകാരുടെയും പരമോന്നത നേതാവ് തന്നെയാണ് എക്കാലവും അദ്ദേഹം.
അവിടം വരെ ഒന്ന് പോവാൻ ഇതുവരെ സ്ഥാനാർത്ഥിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതും ഈ പറഞ്ഞ സ്നേഹത്തിന്റെ കട എന്ന് തന്നെ വ്യാഖ്യാനിക്കണം. അപ്പൊ അതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ നമുക്ക് ആവർത്തിക്കാം, ശരിയാണ്. പക്ഷെ എന്റെ ചോദ്യം, ഇതിപ്പോൾ ഈ സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് കോൺഗ്രസിന് പാലക്കാട് ഒരു വലിയ വിഭാഗത്തിന് വോട്ട് കിട്ടും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. സരിനെ അങ്ങോട്ടെടുത്തതിന് പകരം ഒരു ഓളം സൃഷ്ടിക്കാൻ ഇന്നത്തെ റോഡ് ഷോയും നമ്മൾ കണ്ടതാണല്ലോ. അതോടൊപ്പം തന്നെ UDF BJP ഡീൽ എന്ന ആരോപണത്തിന് മറുപടിയാകുന്നു. BJPയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും ഒരാളെ ഇങ്ങോട്ട് എടുക്കുന്നതിലൂടെ എന്ത് ഡീലാണ് ഞങ്ങൾ BJPയോട് നടത്തുന്നത്? ഇവിടെ വടകരയിൽ ഡീൽ നടത്തി പകരം പാലക്കാട് അങ്ങോട്ട് കൊടുക്കും എന്നുള്ള തരത്തിലുള്ള ആരോപണത്തിന് കൃത്യമായ മറുപടിയായി സന്ദീപ് വാര്യരെ കൊണ്ടുവന്നതുകൊണ്ട് സാധിക്കുന്നു എന്നൊരു പ്രതികരണം കൂടി UDF ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് CPM പ്രതിരോധിക്കുക, ശ്രീ ജയചന്ദ്രൻ? അല്ല, ഫൈറ്റ് പൊളിറ്റിക്കൽ അല്ലേ സ്മൃതി? ഇമോഷണൽ ഒന്നും അല്ലല്ലോ. ഫൈറ്റ് എന്ന് പറയാം, പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലാണ്, അത് ഇമോഷണൽ ഒന്നും അല്ലല്ലോ. കൊണ്ടുവന്നതുകൊണ്ടാണ് ഏതാ BJPയുമായിട്ടുള്ള ഡീൽ എന്ന ആരോപണം. ആ ഡീൽ ആരോപണമൊക്കെ വോട്ടർമാരുടെ മനസ്സിലില്ലാത്തതാണെന്നേ. അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും വോട്ടർമാരുടെ മനസ്സിലില്ലാത്ത കാര്യങ്ങളാണ്. ഇത്രയും ഇമോഷൻസ് ഒന്നും അവരുടെ മുമ്പിൽ യാഥാർത്ഥ്യങ്ങളാണ്. അവരുടെ ഈ രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. പാലക്കാടിന്റെ വികസനം, പാലക്കാടിന്റെ പുരോഗതി ആണെങ്കിൽ പുരോഗതി, അധോഗതി ആണെങ്കിൽ അധോഗതി, മുരടിപ്പാണെങ്കിൽ മുരടിപ്പ്, അത്തരം കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. പിന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് എടുക്കണം, എടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം ക്ലീഷകൾ പ്രയോഗിക്കുമ്പോൾ സ്നേഹത്തിന്റെ കടയിലേക്ക് ഞാൻ ചെല്ലുന്നു എന്നുള്ള അതൊക്കെ തികഞ്ഞ ക്ലീഷയാണെന്നേ. അതല്ലെന്ന് താങ്കൾ പറയുമോ? എനിക്ക് മനസ്സിലാക്കാത്തത് CPM സ്വാഗതം അരുളി, കോൺഗ്രസ് വളരെ രഹസ്യമായിട്ട് ആ ചർച്ചകൾ നടത്തി. അപ്പോൾ ആരാണ് ഇതിൽ വിജയിച്ചിരിക്കുന്നത്? CPM ശ്രമിച്ചു, കോൺഗ്രസും ശ്രമിച്ചു. കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് സന്ദീപ് വാര്യർ എത്തുന്നു. ശ്രമിച്ചില്ല എങ്കിലും സ്വാഗതമെങ്കിലും പറഞ്ഞല്ലോ. താങ്കൾ ആ ചോദ്യം ഡയറക്റ്റ് ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് തന്നെ ആദ്യമേ മറുപടി പറയാമായിരുന്നു. അല്ല, പിന്നെ അതില് എനിക്ക് മനസ്സിലായിട്ടുള്ള എന്റെ അറിവിൽപ്പെട്ട കാര്യം, CPMന്റെ പാലക്കാട്ടെ ചില മുതിർന്ന നേതാക്കൾ ഉണ്ടല്ലോ. പിന്നെ AK ബാലൻ, NN കൃഷ്ണദാസ്, MP രാജേഷ്, EN സുരേഷ് ബാബു തുടങ്ങിയ പാലക്കാട്ടെ പ്രമുഖ നേതാക്കളുണ്ട്. പൊളിറ്റിക്കലി അവരാരെങ്കിലും ബന്ധപ്പെട്ടതായിട്ട് എന്റെ അറിവിലില്ല. പക്ഷെ പേഴ്സണലി ചിലരെങ്കിലും സന്ദീപിനെ കോണ്ടാക്ട് ചെയ്തതായിട്ട് കേൾക്കുന്നുണ്ട്. അതേസമയം സന്ദീപിനെ CPMലേക്ക് എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ LDFലേക്ക് ക്ഷണിക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവ്. ആ ഒരു അറിവിലാണ് ഞാൻ നിൽക്കുന്നത് ഇക്കാര്യത്തിൽ. അവർക്ക് രണ്ടുപേർക്കും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഒരു കാരണവശാലും സന്ദീപ് വാര്യരെ CPMലേക്ക് വേണ്ട. കാരണം നിലപാടില്ലായ്മ തന്നെയാണ് അവരിപ്പോൾ പറയുന്ന പ്രശ്നമെങ്കിലും മറ്റൊരുപാട് ഘടകങ്ങൾ പരിഗണിച്ചിട്ടുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ നിലപാടില്ലായ്മ ഇപ്പോഴും പിന്നെ സുരേഷ് പറഞ്ഞില്ലേ, പിന്നെ നിലപാടെന്താണ്? നിലപാടെന്ന് പറയുന്നത് എന്നെ കമ്മിറ്റിയിൽ മീറ്റിംഗിൽ സ്റ്റേജിൽ ഇരുത്തിയില്ല. പക്ഷേ കൃഷ്ണകുമാറിന്റെ ഭാര്യയെ സ്റ്റേജിൽ ഇരുത്തി. എന്റെ അമ്മ മരിച്ചപ്പോൾ കൃഷ്ണകുമാർ വന്നില്ല, പാർട്ടിയുടെ ഒരു റീത്ത് വെച്ചില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അത് പറയാം. പക്ഷെ ആവർത്തിച്ച് അത് തന്നെ പറയുമ്പോൾ അത് എത്രത്തോളം വോട്ടർമാർ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ സ്വന്തം പാർശ്വത്ത് നിൽക്കുന്ന ആൾക്കാർ, പിന്നെ മൂത്താന്തറയിലെ വോട്ട് അത് 16,000 വോട്ടുണ്ടെന്ന് ആദ്യം പറയുന്നു. അത് കുറച്ച് സമാഹരിക്കാൻ കോൺഗ്രസിന് കൊടുക്കാൻ കഴിയും എന്നൊരു ധാരണയിലേക്ക് എത്തിച്ചതാണെന്ന് കേൾക്കുന്നു. ഇപ്പോൾ ഒടുവിൽ 16,000 മാറി 3,000 വോട്ട് എന്ന നിലയിലേക്ക് എത്തിയെന്ന് ഇപ്പൊ ആദ്യം തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ നിലയിൽ ഇപ്പോൾ എത്തുന്നു. അങ്ങനെ പല കഷ്ണങ്ങളായിട്ടാണ് വിവരങ്ങൾ വരുന്നത്. അപ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നം, കീ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് തന്റെ പൊളിറ്റിക്കൽ ഇഷ്യൂ, പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ്? പൊളിറ്റിക്കൽ സ്റ്റാൻഡ് സ്നേഹത്തിന്റെ കട തുറക്കുന്നിടത്തേക്ക് ഞാൻ പോകുന്നുള്ളത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയണം സന്ദീപ് വാര്യർ. എന്താണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ്? പറയുന്നുണ്ടോ? അത് പറയുന്നില്ലല്ലോ. അത് പറഞ്ഞിട്ട് അതിന്റെ പുറത്താവാം നമുക്ക് ചർച്ച. ലിജുവിനും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.